പ്രിയ പ്രേക്ഷകർക്ക് സാഹിത്യവാരഫലത്തിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൻ്റെ മഹാസങ്കടക്കടലിൽ സ്വയം അലിഞ്ഞ ഒരു ഉപ്പുപാവയുടെ ജന്മം വിഷാദത്തിൻ്റെയും മൃത്യുബോധത്തിൻ്റെയും ഏകാന്തതയുടെയും ജീവിതം നയിച്ച മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി രാജലക്ഷ്മി. സത്യത്തിൽ രാജലക്ഷ്മിയുടെ ജീവിതം അപൂർണമായിരുന്നു. എന്നാൽ സാഹിത്യ ലോകത്ത് പൂർണ്ണമായൊരു ജീവിതം നയിക്കുവാൻ പ്രതിഭാധനയായ ആ എഴുത്തുകാരിക്ക് സാധിച്ചു. 1965 ജനുവരി മാസം 18-ാം തീയതി താൻ പഠിപ്പിച്ച കലാലയത്തിൽ നിന്ന് അവർ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ പെട്ട് സങ്കടത്തിൻ്റെ കടലിലേക്ക് എറിയപ്പെട്ട തൻ്റെ ജന്മത്തെ പഴിച്ചുകൊണ്ട് അവർ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. അമ്മ വന്ന് നോക്കിയപ്പോൾ അവരുടെ പ്രാണൻ അകന്നിട്ട് നിമിഷങ്ങളായി. ലളിതാംബിക അന്തർജനത്തിനും കെ സരസ്വതിയമ്മയ്ക്ക് ശേഷം മലയാള കഥാലോകത്ത് വിസ്മയങ്ങൾ തീർത്ത കഥകളും നോവലുകളും എഴുതിയ ഈ അധ്യാപിക ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സഹൃദയ സമൂഹം എത്തിച്ചേർന്നത് നട്ടുച്ചയ്ക്ക് ഇരുട്ട് എന്ന പ്രതീതിയിലായിരുന്നു. ആത്മനിഷ്ഠത, ഭാവതീവ്രത നിറഞ്ഞ അവരുടെ കഥകൾ സമൂഹം എപ്പോഴും ഭയപ്പാടോടെ ആശങ്കയോടെ നോക്കിക്കണ്ടു. സിൽവിയ പാത്തിനെ പോലെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ചപ്പോഴും 1930 ജൂൺ മാസം 2-ാം തീയതി പാലക്കാട് ചേർപ്പുളശ്ശേരിയിൽ ജനിച്ച ആ മഹാപ്രതിഭ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുകയാണ്. ഒരു വഴിയും കുറേ നിഴലുകളും, ഉച്ചവെയിലും ഇളം നിലാവും, ഞാനെന്ന ഭാവം, രാജലക്ഷ്മിയുടെ കഥകൾ, മകൾ തുടങ്ങിയ രചനകളിലൂടെ അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കഥകളായിരുന്നു ആത്മഹത്യ, മാപ്പ്, മകൾ, പരാജിത തുടങ്ങിയ കഥകൾ. തീർച്ചയായും മലയാളത്തിന് മറക്കാനാവാത്ത വിധം അക്കാലത്ത് മംഗളോദയത്തിലും തിലകത്തിലും ജനയുഗത്തിലും നവജീവനിലും മാതൃഭൂമിയിലുമൊക്കെ അവർ കഥകൾ എഴുതി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ഉന്നതമായ വിജയം നേടിയ അവർ പെരുന്താന്നി, പന്തളം, ഒറ്റപ്പാലം NSS കോളേജുകളിൽ അധ്യാപികയായിരുന്നു. തൻ്റെ ചില രചനകൾ ബന്ധുക്കളെ ചുറ്റിപ്പറ്റിയാണ് എന്ന അപവാദം ശക്തിപ്പെട്ട ഘട്ടത്തിൽ മനസ്സ് തകർന്ന് അവർ സ്വജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ വിഷാദത്തിൻ്റെ കിടങ്ങിൽ പിറന്ന കഥകളാണത്. ഒരു ചിത്രശലഭത്തെ പോലെ ഭാവഗീതാത്മകമായ കഥകൾ എഴുതി മൗന നൊമ്പരങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച അനിതര സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു രാജലക്ഷ്മി. രാജലക്ഷ്മിയുടെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ നമസ്കരിക്കേണ്ട സന്ദർഭമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയിലേക്ക് തുടർന്ന് നമുക്ക് പ്രവേശിക്കാം.